അല്ല ഇപ്പൊ നമ്മളിപ്പോ വേറെ എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോ ഫിനാൻസിന് പൈസ നിങ്ങൾ ഇതേപോലെ മറുപടി പറയും. ഇനി എന്റെ ഹസ്ബൻഡ് വിളിച്ചാലേ പൈസ തരുന്നുണ്ടോ? ഞങ്ങൾക്ക് ഹസ്ബൻഡിനെ ഒന്നും വിളിക്കണ്ട, ഞങ്ങൾ തന്നെ സംസാരിക്കും. ഹസ്ബൻഡിനെ വിളിച്ചാൽ ഇത് തന്നെ പറയാവുള്ളൂ. ഇനി അതേ നല്ല മറുപടി. പൈസ ഇപ്പൊ ഇവിടെ നിന്ന് ജപിച്ചാ ഉണ്ടാവോ പൈസ? എനിക്ക് കിട്ടിയേ പറ്റൂ. കിട്ടിയേ പറ്റുന്ന കിട്ടിയേ പറ്റൂ. ചേച്ചി ഇവിടെ ഇരുന്നോ, അല്ലാതെ വേറെ വഴിയില്ല. വേറെ ആളായിരുന്നു എനിക്ക് പറയാം. ചേച്ചി എന്ത് ഗുണ്ടകളെ വിടുവോന്നാ? എന്തിന്? ഞാൻ കേസ് കൊടുക്കാൻ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. എന്തൊന്നും വേണ്ട കേസ് കൊടുക്കും. നിങ്ങൾ എന്റെ പൈസ കൊടുത്തിട്ട് ഞങ്ങളെ പറ്റി എന്തെങ്കിലും തെളിവുണ്ടോ അതിന്? മുടിക്കാട്ടോ. അല്ല ഞാൻ ചോദിക്കുന്നത്, വേറെ ആളുടെ പൈസയും കൊണ്ട് നിങ്ങൾ എത്ര നാൾ ജീവിക്കുന്നിടത്തോളം കാലത്തോളം ജീവിക്കും. നിങ്ങൾ സൗണ്ട് ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ വന്നിരുന്ന സൗണ്ട് വെക്കണേ. എന്തായാലും ബിസിനസ് നടക്കാതെ തരാൻ പറ്റൂല ചേച്ചി. ചേച്ചി ഇവിടെ ഇരുന്നോ? എനിക്ക് അതല്ല പണി, എനിക്ക് ജോലിയുണ്ട്. എനിക്ക് നിങ്ങളുടെ പൈസ പണി. ചേച്ചിയില് കുറച്ചു മുമ്പേ പറഞ്ഞു ഞാൻ ഇവിടെ എടി ചേച്ചി പെട്ടെന്ന് വന്നാണ് 2 പലിശക്കാരികൾ വന്നിരിക്കുന്നു. ഇതാണ് എന്റെ ചേച്ചി ഫ്രണ്ട്. ഇത് രാവിലെ വന്നപ്പോഴുണ്ടായിരുന്നില്ലേ? പിന്നെ എന്റെ കടയിൽ ഞാനല്ല വേറെ ആരെങ്കിലും നിക്കോ? എന്താണ് പ്രശ്നം? എന്താ? പൈസ ഇപ്പം തരും. എനിക്ക് അവിടെ പണിയുണ്ട്. എനിക്കിപ്പോ വന്ന് ഇവിടെ എപ്പോഴും നിൽക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ജോലിയൊന്നും ഇല്ലേ? ഞാൻ എത്ര ദിവസം നിന്നെ വിളിച്ചു? നമ്മളെ കടയിൽ വന്നിരുന്ന ഭയങ്കര ബഹളമാണ്. പലിശക്ക് കേസ് കൊടുത്ത അവര് കുടുങ്ങൂല. എന്താ തെളിവുണ്ട്? എനിക്ക് നിങ്ങൾക്ക് പൈസ തന്നതിന്റെ തെളിവിരിപ്പുണ്ട്. എന്റെ അടുത്ത് ഞാൻ നിന്റെ മേടിച്ചിട്ടുള്ളൂ. നീ എന്തിനാണ് വല്ലവരെയും വിളിച്ചോണ്ട് ഇവിടെ അവക്കടെ പൈസ കടയിൽ ഇരിക്കുമെന്ന്. നാളെ തൊട്ട് വേറെ ആൾക്കാർ ഇവിടെ പണിക്കാറില്ല, ഇവിടെ കയറി. എന്റെ അനിയത്തി അത് നീ സംസാരിക്കേണ്ട കാര്യമില്ല. അവളെ വിവരക്കേടും വിവരമില്ലായ്മ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ പോയിട്ടില്ല, ഞാൻ പഠിത്തം നിർത്തി. നന്നായി.